ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ രാവിലെ തൊട്ടേയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും നമ്മളെ കർക്കിടകം സ്പെഷ്യലായിട്ടുള്ള ഉലുവക്കഞ്ഞിയില്ലേ അതിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ആക്കിന്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. എന്തൊക്കെ ലീവ് ഉണ്ടെങ്കിലും ആർക്കൊക്കെ അവധിയാണെങ്കിലും അവധിയില്ലാത്ത ഒരേ ഒരു കാറ്റഗറി ആണല്ലോ നമ്മുടെ വീട്ടമ്മമാരെന്ന് പറയുന്നത്. അപ്പോൾ ദാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനും വേണ്ടിയിട്ട് നല്ലൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല, അവധിയാണ്. കുറേ ദിവസമായല്ലോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നും ലാസ്റ്റ് ഡേ ആണ് കേട്ടോ അവധി, കാരണം ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നും സ്കൂളില്ല. അപ്പോൾ ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചപ്പാത്തിയും വെജ് കറിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ആ ഒരു ഭാഗങ്ങളിലൊന്ന് ക്ലീൻ ആക്കി എടുക്കലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കുക്കിംഗ് എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ വലിയൊരു ഭാരവും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ലാണ്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അത് വലിയൊരു കുന്ന് കൂടിയിട്ടുണ്ടാവും. പിന്നെ വല്ലാത്തൊരു മടുപ്പായിരിക്കും കേട്ടോ ഫീൽ ചെയ്യുക. ഞാൻ ഈ ചപ്പാത്തിയും പൂരിയെല്ലാം കൗണ്ടർ ടോപ്പിൽ വെച്ചാണ് കേട്ടോ പരത്തിയെടുക്കാറുള്ളത്. എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അങ്ങനെയാണ് തോന്നൽ. അപ്പോൾ ദാ എൻ്റെ അതെല്ലാം കഴിഞ്ഞിട്ട് വേഗം തന്നെ ഒന്ന് വെള്ളമാക്കിയിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ആകെ മൊത്തം സീനായിട്ട് ഉണ്ടാവും. അപ്പോൾ ദാ അതെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉലുവക്കഞ്ഞിൻ്റെ പരിപാടി നോക്കലാണ് കേട്ടോ. കർക്കിടകം സ്പെഷ്യലായിട്ടുള്ള ഉലുവക്കഞ്ഞിയില്ലേ, കർക്കിടകം എന്ന് പറയുന്നത് നമ്മളെ ആരോഗ്യത്തിൻ്റെ മാസം എന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെ ഇതാ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ പൊടിയരിയാണ്. നെല്ല് കുത്തരിയില്ലേ അതിൻ്റെ പൊടിയരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലാം ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യട്ടോ. പൊടിയരി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുത്തിയ ഗോതമ്പില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറുപയറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്താ പറയുക, നമ്മൾ വൻപയർ മമ്പയർ എന്നൊക്കെ പറയും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഉലുവ. അത് നമ്മൾ ഇതുവരെ എടുത്ത ഐറ്റംസ് ഒക്കെ ഇല്ലേ അതിനേക്കാളും കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നല്ല ജീരകയില്ലേ, ചെറിയ ജീരകം എന്നൊക്കെ പറയും, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അയമോദകമാണ് കേട്ടോ. നമ്മളെ വയറ്റിനുണ്ടാകുന്ന ഗ്യാസ് ട്രബിളും വയറുവേദനയും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അയമോദകം നല്ലതാണല്ലോ. അപ്പോൾ അത് അയമോദകം കൂടെ 1 സ്പൂൺ എടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കാണുമ്പോൾ വൈറ്റും ഗ്രീനും ഓറഞ്ചും ഒക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ല കളർഫുള്ളായിട്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 വെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇല്ലേ നിങ്ങൾ അയമോദകം ചേർക്കുന്ന സമയത്ത് കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ വലിയ ആവേശകുമാറായിട്ട് കഴുകുന്നതിന് മുന്നേ ചേർത്തെടുത്തോണ്ട് തന്നെ എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഒന്ന് കുതിരാനായിട്ട് വെക്കാം കേട്ടോ. ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്തിൽ ഞാനിപ്പോൾ ഇട്ട ഐറ്റംസ് ഒക്കെ ഇല്ലേ അത് രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത്. ഏറ്റവും കുറഞ്ഞത് 2-3 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഇതാ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ വേഗം തന്നെ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനെ. ബാക്കിയുള്ള പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ലോണം കുതിർന്ന് വരുമല്ലോ. അപ്പോഴേക്ക് എൻ്റെ ബാക്കിയുള്ള പണികളൊന്നും നോക്കില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ക്ലീനിങ് പരിപാടിയൊന്നും ഉണ്ടാവില്ല കിച്ചന്. രാത്രി തന്നെ നല്ല മുഞ്ചാക്കിയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇഷ്ടത്തോടു കൂടിയാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഇല്ലേ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഉണ്ടാവാൻ. അപ്പോൾ ഇതാ എൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകലും പിന്നെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും കിച്ചണിലെ സിങ്ക് എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ വെട്ടിത്തിളങ്ങിയിട്ട് വെക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സിങ്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാറുള്ളത് എന്നും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സിങ്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോറക്സ് ആണ് കേട്ടോ എടുക്കൽ.
ക്ലോറക്സ് വാങ്ങിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിലേ നമ്മളെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും സെറാമിക്കിൻ്റെ പാത്രങ്ങളും അതേപോലെ തന്നെ സിങ്കും കാര്യങ്ങളൊക്കെ എന്നും പുതിയതുപോലെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഈ ഒരു ക്ലോറക്സ് വെച്ച് ക്ലീൻ ആക്കുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ സിങ്കിലേക്ക് കുറച്ച് ക്ലോറക്സ് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എന്താ പറയുക, നമ്മളെ ഡിഷ് വാഷ് ലിക്വിഡില്ലേ, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ ഭാഗത്താവുന്ന രീതിയിൽ ഡിഷ് വാഷ് ലിക്വിഡും ക്ലോറക്സിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കഴുകിയെടുക്കാന്ന് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഓരോ പാത്രങ്ങൾ കഴുകുന്ന സമയത്തും ഇല്ലേ, ജസ്റ്റ് ഒന്ന് കഴുകിക്കളയാം. എല്ലാന്നും ഇതേപോലെ ഉരച്ച് തേച്ച് കഴുകണമെന്നൊന്നുമില്ല. 2-3 ദിവസം കൂടുന്ന സമയത്ത് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മളെ സിങ്കും ആ പൈപ്പും ചുറ്റുഭാഗങ്ങളൊക്കെ നല്ല എന്താ പറയുക, എന്നും ഒരേപോലെ പുതുമയോട് കൂടിയിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ദാ എൻ്റെ സിങ്ക് ക്ലീനിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റുഭാഗത്ത് കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വെള്ളം മാറ്റലും അതൊന്ന് റീസെറ്റ് ചെയ്തെടുക്കലും ഒക്കെ ചെയ്യലാം. നമുക്കില്ലേ എന്ത് വയ്യായ്ക ഉണ്ടെങ്കിലും കിച്ചണിൽ ഇറങ്ങി പണിയെടുക്കാതിരിക്കാനുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പട്ടിണി എടുക്കേണ്ടി തന്നെ വരും. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഇറങ്ങിയ ഒരു സന്തോഷത്തോടു കൂടെ പോസിറ്റീവായിട്ട് പണിയെടുക്കാന്നുണ്ടെങ്കിലല്ലേ, പണിയെടുക്കാൻ വേണ്ടിയിട്ടില്ലേ, നമ്മളെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് കിച്ചണ് സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടെ എന്നല്ല, ഏറ്റവും നല്ലത് അത് തന്നെയാണ്. നമുക്കിഷ്ടം ചെടികൾ വെക്കാന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ഉണ്ടാവും. എന്താണോ ഇഷ്ടമുള്ളത്, ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണല്ലോ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡിനും കണ്ണിനും ഒക്കെ ഫ്രഷ്നെസ് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാനും കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലൊരു ഫീലാണ് ഉണ്ടാവുക. അങ്ങനെ ഇതാ എൻ്റെ പാത്രം കഴുകലും സിങ്ക് വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്ക്, നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങി വന്നിട്ടില്ലേ നമ്മുടെ സിങ്ക്. ഇതേപോലെ ക്ലോറക്സ് വെച്ചിട്ട് ക്ലീൻ ആക്കാത്തവരാണെങ്കിൽ ഒന്ന് ക്ലോറക്സ് വാങ്ങി ക്ലീൻ ആക്കി നോക്ക്, നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇതാ എൻ്റെ ഇൻഡോറിൽ വെച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റലും റീസെറ്റ് ചെയ്തെടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്തെടുക്കലാണ്. പിന്നെ ഇല്ലേ, നേരത്തെ ഉലുവക്കഞ്ഞിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് കുറച്ച് സ്പീഡായി പോയോ എന്നൊരു സംശയം. നിങ്ങൾക്ക് മനസ്സിലായില്ല ഇല്ലെങ്കിൽ ഞാൻ പറയാട്ടോ. നമ്മൾ ഉലുവക്കഞ്ഞി കർക്കിടക മാസം 7 ദിവസമെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയെന്നുണ്ടെങ്കിലേ, നമ്മൾ ശരീരത്തിൽ ഉണ്ടാവുന്ന കൈകാലുകൾ വേദന, പുറം വേദന, നടുവേദന എല്ലാം മാറാൻ വേണ്ടി നല്ലതായിരിക്കും കേട്ടോ. പിന്നെ രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ നല്ലതാണ് ഈ ഒരു ഉലുവക്കഞ്ഞി വെച്ച് കഴിക്കുന്നത്. പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ ഏറ്റവും നല്ലതാണല്ലോ ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ ഉലുവ ഇട്ടിട്ട് തന്നെ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കി കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ എൻ്റെ ഇൻഡോറിലുള്ള കുറച്ച് ചെടികളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് നല്ലോണം വിശന്നിട്ടുണ്ടേനും. ഞാൻ ചപ്പാത്തിയും കറിയൊക്കെ ഒന്ന് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ പുറത്ത് കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് പുറത്തേക്കൊന്ന് പോകലാണ്. അപ്പോൾ ഇതാ എൻ്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ടോ. എന്നെ പിന്നെ പണിയെടുക്കാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഇനി ഇവൾക്കൊന്ന് ഫുഡെല്ലാം ഇട്ട് കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ പുറത്തും കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ സിറ്റ് ഔട്ടിൽ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് തലേന്ന് മഴ കൊള്ളിക്കാനും വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് മുന്നായിട്ട് നമ്മളെ കുറച്ച് ഗപ്പീസ് ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒന്ന് ഫുഡ് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ പൂച്ചനെ നോക്കുക, മീനിനെ നോക്കുക, അതേപോലെ ചെടികളൊക്കെ നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ നമുക്കും കൂടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണല്ലോ ഒന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിലേ നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി ഇടപെടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇടങ്ങാറാവുന്ന രീതിയിൽ പെരുമാറാനോ നമുക്ക് സമയം കിട്ടൂല കേട്ടോ. നമുക്ക് ആരെയും വേദനിപ്പിക്കാത്ത, ആർക്കും ഇടങ്ങാറാവാത്ത രീതിയിലുള്ള കുറച്ച് ഇഷ്ടങ്ങളെ നമ്മൾ കൊണ്ട് നടക്കുകയെന്നുണ്ടെങ്കിൽ അതായിരിക്കട്ടെ ഏറ്റവും നല്ലത്.
അങ്ങനത്തെ ആ വർത്താനം പറയുന്നതിൻ്റെ ഇടയിലായിട്ട് എൻ്റെ സിറ്റ് ഔട്ട് അടിച്ചു വാരലും ഈ ഒരു സോഫ ക്ലീനിങ്ങും ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയല്ലേ, അതുകൊണ്ട് തന്നെ ഈ ഒരു മരത്തിൻ്റെ ഗ്രില്ലാണ് കേട്ടോ നമ്മുടെ പുറത്തുള്ളത്. അതിൽ 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ തുടച്ചെടുക്കാന്നില്ലെങ്കിലേ അവിടെ മൊത്തത്തിലൊരു ഫംഗസ് വന്ന പോലെ ഉണ്ടാവുക. ഈർപ്പം തട്ടിയിട്ടോ എന്താ അറിയില്ല, ആ ഒരു ബ്ലാക്ക് പൊടി പോലെ ഫീൽ ചെയ്യട്ടാ ഈ ഒരു ഗ്രില്ലിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, തലേന്ന് വൈകുന്നേരം മഴ കൊള്ളാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിലുള്ള ചെടികളും അതേപോലെ സ്റ്റെപ്പിൽ വെച്ചിട്ടുള്ള ചെടികളൊക്കെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ അതേപോലെ തന്നെ തലേന്ന് സ്റ്റെപ്പിലുണ്ടായിരുന്ന മാറ്റിലൊന്ന് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് അതിൻ്റെതായ സ്ഥാനത്തേക്ക് എടുത്ത് കൊണ്ട് വെക്കട്ടെ. ഇപ്പോഴും പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഷീറ്റിൻ്റെ താഴെയാണ് ഇതെല്ലാം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് നല്ല മഴ പെയ്യും, ഇടയ്ക്ക് നിൽക്കും, പിന്നെ മഴ പെയ്യും, പിന്നെ നിൽക്കും. നല്ല ആകെ മൊത്തം കറുത്തിരുണ്ട ആ ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെ മഴയില്ലാത്ത നേരം നോക്കിയിട്ട് ഞാനിതാ സ്റ്റെപ്പിലുള്ള മാറ്റിലൊന്ന് റെഡിയാക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ള ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ ഞാൻ മണി പ്ലാന്റ്സ് വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെടികളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മണി പ്ലാന്റ്സ് ആണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 5 തരം വെറൈറ്റീസ് മണി പ്ലാന്റാണ് ഞാൻ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുള്ളത്. നല്ല രസമല്ലേ കാണാൻ? നിങ്ങൾക്ക് എങ്ങനെ പ്ലാന്റ്സിനോട് ഇഷ്ടമുള്ളവരാണോ? ആണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പുറത്തുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ ഉലുവക്കഞ്ഞിൻ്റെ പരിപാടി നോക്കലാണ്. ഉലുവക്കഞ്ഞി വന്നിട്ടാ ഇന്ന് ലഞ്ചിന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇവിടെ കുട്ടികളും ഉണ്ടല്ലോ, അപ്പോൾ കുട്ടികൾക്കൊന്ന് കൊടുത്തിട്ട് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 2-2.5 മണിക്കൂറായിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 വിസിലാകുമ്പോഴത്തേക്ക് അത് നല്ലോണം വെന്ത് കിട്ടുന്നതായിരിക്കും. അത് വെന്ത് കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള പണികളൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 പീസ് വെല്ലമാണ് മെൽറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ റെഡിയാക്കി കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് തേങ്ങ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് പൊട്ടിച്ച് ചിരകി എടുക്കട്ടെ. പച്ച തേങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഇല്ലേ, നമ്മൾ തേങ്ങ പൊട്ടിച്ച വെള്ളം വെറുതെ കളയുന്നവരാണെങ്കിൽ ഇനി അങ്ങനെ കളയണ്ടിട്ട. നമ്മളെ ആരോഗ്യ സംരക്ഷണത്തിനും പിന്നെ അതേപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും ഏറ്റവും നല്ലതാണ് തേങ്ങ വെള്ളം. തേങ്ങ വെള്ളം ഉപയോഗിച്ചിട്ട് മുഖം കഴുകുക. തേങ്ങ വെള്ളം നിത്യമായിട്ട് കുടിക്കുകയാണെങ്കിൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും നല്ല ഗ്ലോ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ തേങ്ങ മുഴുവനായിട്ടൊന്ന് ചിരകി എടുക്കട്ടെ. ഇതിപ്പോൾ ഉലുവക്കഞ്ഞിക്ക് മുഴുവനായിട്ട് ആവശ്യമില്ല കേട്ടോ. ഇത് വലിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അതിപ്പോൾ എന്തായാലും ചിരകില്ലെന്ന് കരുതി മൊത്തത്തിലൊന്ന് ചിരകി എടുത്തിട്ടുണ്ട്. പകുതി മാത്രമാണ് കേട്ടോ നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ പകുതി ഒരു ബോക്സിലിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ കൗണ്ടർ ടോപ്പ് അപ്പം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ മൊത്തത്തിൽ ഉറുമ്പായിരിക്കും. ഇപ്പോൾ എന്താ അറിയില്ല, വീട്ടിൽ എന്ത് വെച്ച് കഴിഞ്ഞാലും ഉറുമ്പിൻ്റെ ഒരു ശല്യം ഉണ്ട് കേട്ടോ.
അങ്ങനെ ഇതാ നമ്മളെ ശർക്കരപ്പാനിയുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉലുവക്കഞ്ഞി നല്ലോണം വെന്തിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിക്കൊന്നും പിടിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വേവിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെള്ളം വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അടിക്കൊന്നും പിടിക്കാത്ത രീതിയിൽ വെന്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതാ നമ്മൾ ചിരകി വെച്ച തേങ്ങയില്ലേ, അത് ഇതേപോലെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നല്ലോണം ഒന്ന് പാലൊക്കെ വരുന്ന രീതിയിൽ കൈവച്ച് നല്ലോണം ഒന്ന് തിരുമ്മി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉലുവക്കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശർക്കര പാനിയും കൂടെ അരിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് മധുരത്തിനൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു മധുരം മതിയാവും കേട്ടോ. അപ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ നല്ല രസമായിട്ടുണ്ടാവുക. അങ്ങനെ ശർക്കര പാനിയും പിന്നെ അതേപോലെ തന്നെ തേങ്ങയും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കുറച്ച് ഒരു ടൈറ്റായിട്ട് തോന്നാന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര പാനി ഉണ്ടാക്കിയ ആ ഒരു പാത്രമില്ലേ, അതിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് നേരം ഒന്നിട്ട് തിളപ്പിക്കണമെന്നില്ല. അതായത് ഇതേപോലെ ആ ഒരു ബബിൾസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് പശുവിൻ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം. വേണ്ടുന്നവർക്ക് മാത്രം ചെയ്യാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. തടിക്കോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ അങ്ങനത്തെ പേടിയുള്ളവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആ ഒരു നെയ്യിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല, അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് കേട്ടോ ഒരു ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള. ഇനി അത് നമ്മളെ ഉലുവക്കഞ്ഞിയിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ആരോഗ്യപരമായിട്ടുള്ള ഉലുവക്കഞ്ഞിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്ക് കൊടുക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. കഴിയുമെങ്കിൽ 7 ദിവസം കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇവിടെ കൊടുത്തിട്ട് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടേനും. അപ്പോൾ ഞാൻ എൻ്റെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഉലുവക്കഞ്ഞി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എല്ലാം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.